സത്യവും നീതിയും പ്രവർത്തിക്കുന്ന ദൈവം. ലോകത്തിൽ അനേക കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് പല സംശയങ്ങളും തോന്നിയേക്കാം. എന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് നമുക്ക് ഒരു സംശയവും ആവശ്യമില്ല. മനുഷ്യർ പലപ്പോഴും തെറ്റുകൾ ചെയ്യുകയും നീതിയിൽ നിന്ന് വിട്ട് അകന്നു നിൽക്കുകയും ചെയ്യുമ്പോൾ ദൈവിക പ്രവൃത്തികൾ സത്യത്തിലും നീതിയിലും അടിസ്ഥാനമുള്ളതാണ് എന്ന് സങ്കീർത്തനം 111:7 നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ എന്തുകൊണ്ട് സംഭവിക്കുന്നുവെന്നത് നമുക്ക് മനസ്സിലായില്ല എങ്കിൽ പോലും ദൈവത്തിൻ്റെ എല്ലാ പ്രവൃത്തികളുടെയും അടിസ്ഥാനം നീതിയാണ് എന്ന് നാം മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ മഹത്വത്തെയും അവൻ്റെ പ്രവൃത്തികളുടെ വിശ്വസ്തതയും പുകഴ്ത്തുന്ന ഒരു ഭാഗമാണ് ഈ സങ്കീർത്തനം. ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത അത്ഭുതങ്ങളെ ഓർത്ത് തൻ്റെ ജനം ഇങ്ങനെ പറയുന്നു: അവൻ്റെ കൈകളുടെ പ്രവൃത്തികൾ സത്യവും ന്യായവുമാകുന്നു. അവൻ്റെ പ്രമാണങ്ങളെല്ലാം വിശ്വാസ്യം തന്നെ. അവ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. അവ വിശ്വസ്തയോടും നേരോടുകൂടിയും അനുഷ്ഠിക്കപ്പെടുന്നു. ഈ വചനം നമുക്ക് നൽകുന്ന സന്ദേശം വളരെ ആഴത്തിലുള്ളതാണ്. ദൈവം ഒരു കാര്യം ചെയ്യുമ്പോൾ അവൻ ഒരിക്കലും തെറ്റുപറ്റുകയില്ല. നമുക്ക് തെറ്റായി തോന്നുന്ന കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതിൽ പോലും ദൈവിക നീതി പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതം ദൈവിക കരങ്ങളിൽ ഏൽപ്പിച്ചാൽ അത് ഒരിക്കലും അന്യായമായി അവസാനിക്കുകയില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് ഈ ലോകം അനീതിയുള്ളതായി തോന്നുമ്പോഴും എപ്പോഴും നീതി പ്രവർത്തിക്കുന്ന ദൈവത്തെ വിശ്വസിക്കാനാണ് ഈ വചനം നമ്മെ പ്രേരിപ്പിക്കുന്നത്. നമ്മുടെ മനസ്സ് വിഷമിക്കുന്ന സാഹചര്യങ്ങളിൽ ഈ വചനം നമുക്ക് വലിയ ആശ്വാസം നൽകും. ദൈവമെല്ലാം കാണുന്നുണ്ട്, ദൈവം പ്രവർത്തിക്കുന്നുമുണ്ട്. സത്യം ഒരു ദിവസം വെളിച്ചത്തു വരുമെന്ന പ്രത്യാശ നമുക്കുണ്ടായിരിക്കണം. ദൈവത്തിന്റെ നീതി ശിക്ഷിക്കാൻ മാത്രമല്ല, തെറ്റുകൾ തിരുത്തി നമ്മെ പുനഃസ്ഥാപിക്കുവാനും വേണ്ടിയുള്ളതാണ്. കാര്യങ്ങൾ മനസ്സിലാകാത്ത സാഹചര്യത്തിൽ പോലും ദൈവത്തിന്റെ കരങ്ങൾ എപ്പോഴും സത്യവും നീതിയും പ്രവർത്തിക്കുന്നു എന്ന് നാം തിരിച്ചറിയണം. ഗോഡ് ബ്ലസ് യു.